സ്ഥാനാരോഹണത്തിന്റെ ഒന്നാം വാർഷിക വേളയിൽ ഇറ്റാലിയൻ നഗരമായ നേപ്പിൾസിൽ സന്ദർശനം നടത്തിയ ലിയോ 14 മാർപ്പാപ്പ നഗരത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജാൻവരിയാസിന്റെ ദേവാലയം സന്ദർശിച്ചു. വിശുദ്ധ ജാൻവരിയാസിന്റെ തിരുശേഷിപ്പ് ചുംബിച്ച പാപ്പ ദ്രാവക രൂപത്തിലായ തിരുരക്തം ഉയർത്തിപ്പിടിച്ച് വിശ്വാസികൾക്ക് ആശീർവാദം നൽകി. മെയ് 8 നടന്ന ഈ ചരിത്ര സന്ദർശനത്തിൽ ലിയോ 14 മാർപ്പാപ്പ കത്തീഡ്രലിൽ ഒത്തുകൂടിയ വൈദികരെയും വിശ്വാസികളെയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു. വർഷത്തിൽ 3 തവണ വിശുദ്ധന്റെ കട്ടപിടിച്ച രക്തം ദ്രാവക രൂപത്തിലാകാറുണ്ട്. ഇത്തവണ മെയ് 2 തന്നെ രക്തം ദ്രാവക രൂപത്തിലായതായി നേപ്പിൾസ് അതിരൂപത അറിയിച്ചു. പോംപെയിൽ രോഗികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷമാണ് മാർപ്പാപ്പ നേപ്പിൾസിലെത്തിയത്. പിയാസ ഡെല്ല പ്ലീബിസ്റ്റിക്കോയിൽ പൗരന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നേപ്പിൾസ് കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുരക്തം അത്ഭുതകരമായി ദ്രാവക രൂപത്തിലാകുന്നത് നേപ്പിൾസ് നിവാസികൾക്ക് അനുഗ്രഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും അടയാളമാണ്. വിശുദ്ധ ജാൻവരിയാസിന്റെ തിരുരക്തം വർഷത്തിൽ 3 തവണയാണ് ദ്രാവക രൂപത്തിലാകുന്നത്. സെപ്റ്റംബർ 19, ഡിസംബർ 16, മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുൻപുള്ള ശനി എന്നീ ദിവസങ്ങളിലാണ് തിരുരക്തം ദ്രാവക രൂപത്തിലാകുന്നത്. 2020 ഡിസംബറിൽ തിരുരക്തം ദ്രാവക രൂപത്തിലാകാതിരുന്നത് വിശ്വാസികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നുവെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ വിശ്വാസം കൈവിടരുതെന്നും ആത്മീയ മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമാണ് കത്തോലിക്ക സഭ നൽകുന്ന നിർദ്ദേശം. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 5:03 കർദിനാൾ ബാറ്റാഗ്ലിയ വെളുത്ത തൂവാല വീശിക്കൊണ്ട് രക്തം ദ്രാവക രൂപത്തിലായ വിവരം വിശ്വാസികളെ അറിയിച്ചത്. തുടർന്ന് വിശുദ്ധ ക്ലെയറിന്റെ ബസിലിക്കയിലേക്ക് ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടന്നിരുന്നു.